നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KPCC പ്രസിഡന്റായി കെ സുധാകരൻ തുടരണമെന്നാവശ്യപ്പെട്ട് കാസർഗോട്ടും പോസ്റ്റർ. DCC ഓഫീസിന് മുന്നിലാണ് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിലും വിവിധ കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ. ജനറൽ ആശുപത്രിയിൽ നടന്ന മോക്ക് ഡ്രിൽ അടിയന്തര വൈദ്യസഹായം എങ്ങനെ ലഭ്യമാക്കാമെന്നതിന്റെ നേർക്കാഴ്ചയായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം സൺഡേ തിയേറ്റർ അണിയിച്ചൊരുക്കിയ പച്ചത്തയ്യം സിനിമയുടെ പ്രദർശനോദ്ഘാടനം ശനിയാഴ്ച. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിക്കും. ലോക അത്ലറ്റിക് ദിനാചരണം. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് DIG കപ്പ് 2025 സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പാറക്കട്ടയിലെ DHQ ടർഫിലായിരുന്നു മത്സരങ്ങൾ. ദേശീയ കായികവേദി ജില്ലാ കമ്മിറ്റി അച്ചാന്തുരുത്തിയിൽ അന്തർ ജില്ലാ ജൂനിയർ കബഡി ഫെസ്റ്റ് നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. KPCC പ്രസിഡന്റായി കെ സുധാകരൻ തുടരണമെന്നാവശ്യപ്പെട്ട് കാസർഗോട്ടും പോസ്റ്റർ. DCC ഓഫീസിന് മുന്നിലാണ് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. അധ്യക്ഷനെ മാറ്റുവാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പോസ്റ്റർ പ്രചാരണമുണ്ടായിരിക്കുന്നത്. കെ സുധാകരനെ അനുകൂലിച്ച് സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഇന്നും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കാസർഗോഡ് ജില്ലയിൽ DCC ഓഫീസിന് മുന്നിലാണ് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. യുദ്ധം ജയിച്ചു മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിന് തുല്യമാണെന്നും KPCC പ്രസിഡന്റായി സുധാകരൻ തുടരട്ടെയെന്നും ഫ്ലക്സിൽ പറയുന്നു. സേവ് കോൺഗ്രസ് കാസർഗോഡ് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. വിവരമറിഞ്ഞ് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ DCC ഓഫീസിലെത്തി. സുധാകരനെ അനുകൂലിച്ച് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിലെ ഒളിപ്പോരാട്ടം തുറന്നു കാണിക്കുന്നതാണെന്ന വിലയിരുത്തലുകളാണുണ്ടാകുന്നത്. കാസർഗോഡിന് പുറമെ തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തുടരണം ഈ നേതൃത്വം, ധീരമായ നേതൃത്വം, സേവ് കോൺഗ്രസ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടുകൂടിയ ഫ്ലക്സ് ബോർഡുകളാണ് ഇവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ജനനായകൻ KS തുടരണമെന്നാണ് പയ്യന്നൂരിൽ കോൺഗ്രസ് പോരാളികളുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം KPCC അധ്യക്ഷനെ മാറ്റുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുവാൻ ഹൈക്കമാൻഡ് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. സംസ്ഥാന കോൺഗ്രസിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും മാറ്റം അനിവാര്യമാണെന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത്. കെ സുധാകരൻ മാറ്റത്തെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പ്രഖ്യാപനം വൈകില്ലെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അതിർത്തിയിൽ സംഘർഷ സാധ്യത നിലനിൽക്കെ ഏത് സാഹചര്യവും നേരിടുവാൻ പൊതുജനങ്ങളെ സജ്ജരാക്കുന്നതിനായി കാസർഗോഡ് ജില്ലയിലും വിവിധ കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ നടന്നു. സിവിൽ ഡിഫൻസ് സംവിധാനം വിലയിരുത്തുവാനും പോരായ്മയുണ്ടെങ്കിൽ അവയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായാണ് മോക്ക് ഡ്രിൽ നടന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നടന്ന മോക്ക് ഡ്രിൽ അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ വൈദ്യസഹായം ലഭ്യമാക്കാം എന്നതിൻ്റെ നേർക്കാഴ്ചയായി മാറി. സിവിൽ ഡിഫൻസ് സംവിധാനങ്ങളായ പോലീസ് സേനാംഗങ്ങൾ, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, ഹോംഗാർഡുകൾ, NCC കാഡറ്റുകൾ, NSS വളണ്ടിയർമാർ, ആംബുലൻസ്, ആശുപത്രികൾ, വിദ്യാർത്ഥികൾ എന്നിവർ കാസർഗോഡ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നടന്ന മോക്ക് ഡ്രിൽ അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ വൈദ്യസഹായം ലഭ്യമാക്കാമെന്നതിൻ്റെ നേർക്കാഴ്ചയായി മാറി. 4:02 സൈറൺ മുഴങ്ങിയതോടെ ആശുപത്രിയിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ സജ്ജരായി. ആക്രമണത്തിൽ പരിക്കേറ്റയാളെ ആംബുലൻസിൽ എത്തിച്ചതോടെ ഉടൻ തന്നെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. ആശുപത്രി സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയും ഉടൻ തന്നെ പരിക്കേറ്റയാൾക്ക് അടിയന്തര ചികിത്സ നൽകുകയും ചെയ്തു. അടിയന്തര സാഹചര്യങ്ങളിൽ കൂടുതൽ പേർ എത്തുമെന്നതിനാൽ ആശുപത്രിയിൽ പ്രത്യേക OP സംവിധാനവും ഒരുക്കിയിരുന്നു. കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ, കാസർഗോഡ് കാഞ്ഞങ്ങാട് RTO ഓഫീസുകൾ, കാസർഗോഡ് LSGD ഓഫീസ്, കാഞ്ഞങ്ങാട് റെസ്റ്റ് ഹൗസ് എന്നിവിടങ്ങളിലും മോക്ക് ഡ്രിൽ നടന്നു. കൂഡ്ലു സൈക്ലോൺ ഷെൽട്ടർ, കുമ്പള സൈക്ലോൺ ഷെൽട്ടർ, കാടങ്കോട് GFVHSS, അടുക്കത്തുവയൽ GUPS, വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസ്, ഉദുമ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുല്ലൂർ എന്നിവിടങ്ങളിലും സുരക്ഷാ സൈറണുകളും മുഴങ്ങി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം സൺഡേ തിയേറ്റർ അണിയിച്ചൊരുക്കിയ പച്ചത്തയ്യം സിനിമയുടെ പ്രദർശനോദ്ഘാടനം ശനിയാഴ്ച നടക്കും. കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിലാണ് സിനിമയുടെ ആദ്യ പ്രദർശനം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രദർശനോദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളുടെ സിനിമയെന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ അഭിമാനകരവും മാതൃകാപരവുമായ പദ്ധതിയായിരുന്നുവെന്നും ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ കുട്ടികളുടെ നാടകവീടായ സൺഡേ തിയേറ്റർ അത് മികച്ച രൂപത്തിൽ ഉത്തരവാദിത്വത്തോട് നിർമ്മിച്ച് മനോഹരമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. പച്ചത്തയ്യം എന്ന കുട്ടികളുടെ ഈ സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഗോപി കുറ്റിക്കോലാണ്. പല വേഷങ്ങളിൽ കുട്ടികളെ പിടികൂടുവാനെത്തുന്ന പലതരത്തിലുള്ള കള്ളത്തരങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന പ്രമേയമാണ് ചിത്രത്തിൻ്റേത്. 2 ആഴ്ചയോളം കാസർഗോഡ് ജില്ലയിലെ കുടുംബൂർ, കൊട്ടോടി, അഞ്ഞനമുക്ക്, കൊളത്തൂർ, കുറ്റിക്കോൽ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ചിത്രീകരണം. ആദ്യമായാണ് കാസർഗോഡ് ജില്ലയിൽ സമ്പൂർണ്ണമായി ഒരു സിനിമ പൂർത്തിയാക്കപ്പെടുന്നത് എന്ന പ്രത്യേകതയും പച്ചത്തയ്യം സിനിമയ്ക്കുണ്ട്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമയുടെ ആദ്യ പ്രദർശനം മെയ് 10 രാവിലെ 8:30 കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. പൂർണ്ണമായും കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സിനിമ. അതോടൊപ്പം തന്നെ ഇതിൽ ചില വേഷങ്ങൾ മുതിർന്നവരും കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഇതിലെല്ലാ ഭാഗങ്ങളും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ജില്ലയിലെ പ്രദേശങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. സമകാലിക വിഷയങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രമേയം. 10-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ വെച്ച് ഈ സിനിമയുടെ ആദ്യ റിലീസിംഗ് നടക്കുകയാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിത, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ശ്യാമലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് ഫിനാൻസ് ഓഫീസർ MS ശബരീഷ്, സംവിധായകൻ ഗോപി കുറ്റിക്കോൽ, കോർഡിനേറ്റർ മണി കാവുങ്കാൽ, കൺവീനർ NC ശശി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക അത്ലറ്റിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഗെയിമുകളിൽ ഗുരുതര പരിക്കേൽക്കാതിരിക്കുവാനുള്ള മുൻകരുതലും പരിക്കേറ്റാൽ ശാസ്ത്രീയ പരിഹാരവും ബോധ്യപ്പെടുത്തുന്നതിനുള്ള സെമിനാർ സംഘടിപ്പിച്ച ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച്. പടന്ന കേപ്പ് സ്പോർട്സ് സെന്ററിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. പല കളികളെയും ഗൗരവപൂർവ്വം സമീപിക്കുകയും ശാസ്ത്രീയ പരിശീലനവും കൂടുതൽ ശ്രദ്ധയും അതിനായി നൽകേണ്ടതുണ്ടെന്നും അവബോധം നൽകുന്നതായി സെമിനാർ മാറി. ഫുട്ബോൾ, ക്രിക്കറ്റ്, സൈക്ലിസ്റ്റ്, ബോക്സിംഗ്, കബഡി, സ്കേറ്റിംഗ് തുടങ്ങിയ ഗെയിമുകളിലെ കായിക താരങ്ങളെയും പരിശീലകരെയും പങ്കെടുപ്പിച്ച ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ലോക അത്ലറ്റിക് ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് ക്ലാസുകൾ നടന്നത്. പടന്ന കേപ്പ് സ്പോർട്സ് സെന്ററിൽ നടന്ന പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. ശരീരത്തിലെ ചില അവയവങ്ങൾ അങ്ങനെയാണ്. മുഖത്തുള്ള അവയവത്തിൽ പ്രധാനമാണ് പല്ലും കണ്ണും. ഇത് രണ്ടും നമുക്ക് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ ഉയർന്ന ചിന്താഗതിയെയും അവരുടെ സൽസ്വഭാവത്തെയും പെരുമാറ്റത്തെയും എല്ലാം സൂചിപ്പിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഏറ്റവും കൂടുതൽ അവയവങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന അവയവങ്ങളിൽ നല്ല ശുചിത്വം പാലിക്കേണ്ട ഒന്നും പല്ല് തന്നെ. രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കുക, വൈകുന്നേരം രാത്രി ഉറങ്ങാൻ നേരത്തെ പല്ല് തേക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് മലയാളികളുടെ ശീലമാണ്. ലോകമെമ്പാടുമുള്ള ഒരു ശീലം തന്നെ. കോസ്റ്റൽ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രശ്മി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ N രവീന്ദ്രനാഥ് മുഖ്യാതിഥിയായിരുന്നു. കൺവീനർ ഡോക്ടർ AK സുകേഷ്, ഡോക്ടർ TC ജീന, ഡോക്ടർ വിവേക് R നായർ, K വീരമണി, KV ഗോപാലൻ, PP അശോകൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ IDA കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രശ്മി ഹരിദാസ്, ഡോക്ടർ മുഹമ്മദ് നിസാബ് എന്നിവർ വിഷയാവതരണം നടത്തി. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ DIG കപ്പ് 2025 സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കാസർഗോഡ് പാറക്കട്ടയിലെ DHQ ടർഫിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പാറക്കട്ടയിലെ DHQ ടർഫിൽ DIG കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു.
ഈ വിപത്തിൽ നിന്നാണ് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ അവർക്ക് ഒരു ലഹരി വേണം. അത് ഏത് ലഹരിയാണ് വേണ്ടത്? അതാണ് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് എടുക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലഹരി നമ്മുടെ കുട്ടികളിലുണ്ട്. അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ ലഹരിയിലേക്ക് തന്നെ അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആ ലഹരി, അതായത് മാരകമായിട്ടുള്ള വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ലഹരി, സ്വന്തം സഹോദരനെ പോലും, സ്വന്തം സഹോദരിയെ പോലും, സ്വന്തം മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലഹരി പദാർത്ഥം നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ അങ്ങോളം ഇങ്ങോളം സമൂഹത്തിൻ്റെ ഇടയിലുണ്ട് എന്നാണ് നമ്മൾ പറയപ്പെടുന്നതെങ്കിലും ഇന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്തും വീടിൻ്റെ അകത്തളങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡിവൈഎസ്പി CK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് SHO നളിനാക്ഷൻ P സമ്മാനദാനം നിർവഹിച്ചു. കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ പ്രതീഷ് സ്വാഗതവും കാസർഗോഡ് ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ സന്തോഷ് നന്ദിയും പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത്. കാസർഗോഡ് സബ് ഡിവിഷൻ ലെവൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കാസർഗോഡ് സബ് ഡിവിഷനിലെ വിവിധ ക്ലബ്ബുകൾ പങ്കെടുത്തു. ആവേശം നിറഞ്ഞതായിരുന്നു ഓരോ മത്സരങ്ങളും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കീഴൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവം 12, 13, 14 തീയതികളിൽ നടക്കും. ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ ശ്രീ വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശനം 14 പുലർച്ചെ 4 മണിക്കാണ് നടക്കുക. വിപുലമായ ഒരുക്കങ്ങളാണ് ഒറ്റക്കോല മഹോത്സവത്തിനായി നടത്തിയിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 വൈകുന്നേരം 5 മണിക്ക് ബ്രഹ്മശ്രീ ഉച്ചിലത്ത് UK പത്മനാഭതന്ത്രി അവറുകൾക്ക് വരവേൽപ്പ് നൽകുന്നതോടുകൂടി ഒറ്റക്കോല മഹോത്സവത്തിന് തുടക്കമാകും. രാത്രി തിരുമുൽക്കാഴ്ച സമർപ്പണം നടക്കും. 13 3 മണിക്ക് മേലേരി കൂട്ടൽ, രാത്രി 7 മണിക്ക് മേലേരിക്ക് അഗ്നിപകരൽ, തിരുമുൽക്കാഴ്ച സമർപ്പണം, വിഷ്ണുമൂർത്തിയുടെയും മറ്റ് ദേവതമാരുടെയും കുളിച്ചു തോറ്റം പുറപ്പാട് എന്നിവ നടക്കും. 14 പുലർച്ചെ 4 മണിക്കാണ് ശ്രീ വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശനം നടക്കുക. 9 മണിക്ക് വിളക്കലരിയോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. ശ്രീ കുറുമ്പ ക്ഷേത്രത്തിൻ്റെ പ്രശ്നവിധി പ്രകാരം ഈ വർഷം മെയ് 13 തീയതി നമ്മുടെ ഒറ്റക്കോല മഹോത്സവം മേലേരി കൂട്ടലും മറ്റുള്ള ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ അതിന് മുൻകൂടിയായി തന്നെ മെയ് 12 തീയതി ഒരു വിപുലമായ സാംസ്കാരിക പരിപാടി നമ്മൾ നടത്തുന്നുണ്ട്. അതിന് വിശിഷ്ട വ്യക്തികളായ ഒരുപാട് MP-യും MLA, കളക്ടർ ഇവരൊക്കെ ചേർന്നുള്ള സാംസ്കാരിക പരിപാടി. ക്ഷേത്ര ഭാരവാഹികളായ ശൈലേന്ദ്രൻ, സരേഷ് രാമൻ, ഹരീഷ്, രാജേഷ്, രാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് അണങ്കൂരിലെ ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ കൂടുതൽ വിശാലമായ ഷോറൂമിൽ. നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് നിർവഹിച്ചു. കാസർഗോഡ് അണങ്കൂരിലെ ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ കൂടുതൽ വിശാലമായ ഷോറൂമിൽ. നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. NA നെല്ലിക്കുന്ന് MLA ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 12 വർഷക്കാലമായി കാസർഗോഡ് നഗരത്തിൽ സുസ്ഥിരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ രംഗത്ത്, ഹാർഡ്വെയർ രംഗത്ത് നല്ല പരിചയ സമ്പത്തുള്ള, അനുഭവ സമ്പത്തുള്ള ചെറുപ്പക്കാരാണ്. അവർ ഈ കാസർഗോഡിൻ്റെ വികസനത്തിന് അവരുടേതായ സംഭാവനകൾ കഴിഞ്ഞ 12 വർഷക്കാലം നൽകിയിട്ടുണ്ട്. ഇനിയും നൽകുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. അപ്പോൾ എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുക്കാൻ നല്ല കരുത്ത്, ധൈര്യമുള്ള ചെറുപ്പക്കാരാണ് ഇവർ. അപ്പോൾ അവരുടെ ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് P രമേശ്, CPIM കാസർഗോഡ് ഏരിയ സെക്രട്ടറി TMA കരീം, TA ഷാഫി എന്നിവർ സംസാരിച്ചു. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ മാനേജിംഗ് പാർട്ട്ണർമാരും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഗ്ലാസുകളുടെയും ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ദേശീയ കായികവേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അച്ചാന്തുരുത്തിയിൽ അന്തർജില്ലാ ജൂനിയർ കബഡി ഫെസ്റ്റ് നടത്തി. കത്യൻ്റെമാട് വിഷ്ണുമൂർത്തി ക്ഷേത്ര മൈതാനത്ത് നടന്ന കബഡി ടൂർണമെന്റ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രൈസ് മണിക്കായി സംഘടിപ്പിച്ച 17 വയസ്സിൽ താഴെ പ്രായമുള്ളവരുടെ ജൂനിയർ കബഡി ഫെസ്റ്റിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 18 ടീമുകൾ പങ്കെടുത്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഒരമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, എൻ്റെ മകൻ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് രാത്രി വന്നാൽ പിന്നെ അമ്മയായിട്ടല്ല അവൻ എന്നെ കാണുന്നത്, ഒന്നുകിൽ ഭാര്യയുടെ രൂപത്തിൽ അല്ലെങ്കിൽ അവൻ്റെ കാമുകിയായിട്ടാണ് കാണുന്നത്. അമ്മയെ തിരിച്ചറിഞ്ഞൂടാത്ത സഹോദരിയെ, മകളെ തിരിച്ചറിഞ്ഞൂടാത്ത ഒരു വ്യവസ്ഥ. സകല കുറ്റകൃത്യങ്ങളും ആരംഭിക്കുന്നത് ലഹരിയിൽ നിന്നാണ്. ഈ സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകം പരിശോധിച്ചു, ബലാത്സംഗം പരിശോധിച്ചു, സ്ത്രീപീഡനം പരിശോധിച്ചു, ഗുണ്ടായുസം പരിശോധിച്ചു. സകലത്തിന്റെ ഉറവിടം ലഹരിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ദേശീയ കായികവേദി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വിനോദ് അച്ചാന്തുരുത്തി അധ്യക്ഷത വഹിച്ചു. ദേശീയ കായികവേദി സംസ്ഥാന സെക്രട്ടറിയും വോളിബോളിന്റെ അന്താരാഷ്ട്ര റഫറിയുമായ TV അരുണാചലം മുഖ്യാതിഥിയായിരുന്നു. ജേഴ്സി പ്രകാശനം ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഡോക്ടർ KV ശശിധരൻ നിർവഹിച്ചു. ദേശീയ കായികവേദി ജില്ലാ സെക്രട്ടറി K വിജയകൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, NK കൃഷ്ണൻ, TP ഭരതൻ, V ഗോപിനാഥൻ, M ധനേഷ് കുമാർ, AV ബാബു എന്നിവർ സംസാരിച്ചു. വിവിധ കായിക മേഖലകളിൽ നേട്ടമുണ്ടാക്കിയ P ഗോപാലകൃഷ്ണൻ, O ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സമാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം TV ശ്രീജിത്ത് സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടെ KDB മച്ചമ്പാടിയിൽ സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുന്നു. അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ നിർവഹിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടെ പഞ്ചായത്ത് പരിധിയിലെ മച്ചമ്പാടിയിൽ സ്മാർട്ട് അംഗൻവാടി യാഥാർത്ഥ്യമാകുന്നു. എല്ലാവിധ സൗകര്യങ്ങളോടെയും ഏറ്റവും മികച്ച അംഗൻവാടികളിലൊന്നാണ് KDB മച്ചമ്പാടിയിൽ നിർമ്മിക്കുന്നത്. സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പ്രൗഢമായ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ಲವೀನಾ ಮೊಂದೇರೋ ನಿರ್ವಹಿಸು. ಇವತ್ತು ಎಲ್ಲರ ಸಹಕಾರದಿಂದ ಈ ವಾರ್ಡಿಗೆ ಸಂಬಂಧಪಟ್ಟಂತ ಎಲ್ಲರ ಸಹಕಾರದಿಂದ ಇವತ್ತು ಶಿಲಾನ್ಯಾಸ ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಂಡಂತದ್ದು ನಮಗೆಲ್ಲರಿಗೂ ಹೆಮ್ಮೆಯ ವಿಷಯ. ನಮಗಿಂತ ಜಾಸ್ತಿಯಾಗಿ ನಿಮಗೆ ಇದು ಸಂತೋಷ ತಂದುಕೊಡ್ತಾ ಇದೆ. ಮಕ್ಕಳ ಭವಿಷ್ಯ ಉಜ್ವಲವಾಗಿ ಆ ಮಕ್ಕಳ ಮುಖಾಂತರ ನಿಮ್ಗೆಲ್ಲರಿಗೂ ಒಳ್ಳೆಯದಾಗಲಿ ಎಂದು ಹಾರೈಸುತ್ತಾ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನಾನು ಶುಭಾಶಯ ಕೊಡ್ತಾ ಇದ್ದೀನಿ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് എം അധ്യക്ഷത വഹിച്ചു. കമലാക്ഷി, യാദവ് ബഡാജെ, മുംതാസ് സമീറ, ശിശു വികസന പദ്ധതി ഓഫീസർ ബീന K, PH അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഐഷത്ത് റുബീന സ്വാഗതവും കനകവല്ലി നന്ദിയും പറഞ്ഞു. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തിരയടങ്ങാതെ പെൺകവിതാ സമാഹാരത്തിന്റെ കവർ റിലീസിംഗ് നടന്നു. കാസർഗോഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ചാണ് കവർ റിലീസിംഗ് നടന്നത്. വനിതാ ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും നിസ്വ കോളേജ് പ്രിൻസിപ്പലും പ്രമുഖ എഴുത്തുകാരിയും പ്രഭാഷകയുമായ ആയിഷ ഫർസാനയുടെ സംയുക്ത സംരംഭമായ ആത്മാവിഷ്കാരത്തിന്റെ പെണ്ണിടങ്ങൾ തിരയടങ്ങാതെ പെൺകവിതകൾ എന്ന പുസ്തകത്തിന്റെ കവർ റിലീസിംഗ് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് നടന്നത്. കാഞ്ഞങ്ങാട് ചേംബർ ഓഫ് കൊമേഴ്സിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. പുസ്തക രചയിതാവും സാഹിത്യ രാഷ്ട്രീയ രംഗങ്ങളിൽ നിറസാന്നിധ്യവുമായ C മുഹമ്മദ് കുഞ്ഞി, KMCC ഷാർജ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഷംസുദ്ദീൻ കല്ലൂരാവിക്ക് നൽകി കവർ റിലീസിംഗ് നിർവഹിച്ചു. കോഴിക്കോട് പൂമുഖം ബുക്സ് ആണ് പ്രസാധകർ. വിഷാദഭരിതമായ വൈകാരിക ലോകത്തെ കേന്ദ്രീകരിക്കുന്ന രചനകളാണ് കവിതയിലുള്ളതെന്നും ആത്മസംതൃപ്തിക്കു വേണ്ടി ചെയ്യുന്ന പോരാട്ടമാണ് എഴുത്തെന്നും ഫർസാന ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു. മുസ്ലിം സ്ത്രീകളിൽ അപൂർവമായി മാത്രം കാണുന്നതാണ് കവിതാ രചനകളെന്നും നാടിനഭിമാനമായി മാറിയിരിക്കുകയാണ് ഫർസാന എന്നും C മുഹമ്മദ് കുഞ്ഞിയും ഷംസുദ്ദീൻ കല്ലൂരാവിയും കവർ പ്രകാശന വേളയിൽ പറഞ്ഞു. മുസ്ലിം ലീഗ് അജാനൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി അധ്യക്ഷത വഹിച്ചു. ആമുഖ ഭാഷണം ആയിഷ ഫർസാന നിർവഹിച്ചു. ഖാലിദ് MK സ്വാഗതം പറഞ്ഞു. അഹമ്മദ് കിർമാണി, ഉസ്മാൻ ഖലീജ്, കരീം കല്ലൂരാവി, അധ്യാപിക വനജ, ജമീല കുഞ്ഞബ്ദുള്ള, നഫീസ PP, ഷുജൈറ PP തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്ത് മെമ്പർ ഷക്കീല ബദ്രുദ്ദീൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗ്രന്ഥശാല സംഘത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വായനാ വെളിച്ചം പരിപാടിയുടെ ഭാഗമായി പുല്ലൂരിലെ വണ്ണാർ വയൽ P കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ കുട്ടികളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു.
ഗ്രന്ഥശാല സംഘത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വായനാ വെളിച്ചം പരിപാടിയുടെ ഭാഗമായാണ് പുല്ലൂരിലെ വണ്ണാർവയൽ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ കുട്ടികളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സാംസ്കാരിക പ്രവർത്തകൻ ബാലചന്ദ്രൻ എരവിലാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. കുട്ടികളെ പുസ്തക വായനയിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ നടന്നത്. കളിയും പാട്ടും നാടകവുമൊക്കെയായാണ് ക്യാമ്പ് നടന്നത്. 6 മണിക്കൂർ നീണ്ടുനിന്ന ക്യാമ്പിൽ നാടക പ്രവർത്തകരായ അജയ് പ്രസീദും ജയചന്ദ്രൻ കോട്ടക്കൊച്ചിയും കുട്ടികളെ നാടകരംഗത്തേക്ക് നയിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. തെയ്യം കലാകാരൻ കൃഷ്ണൻ കരിമ്പിൽ മാവില തുളു ഭാഷയിൽ നാടൻപാട്ട് അവതരിപ്പിച്ചു. ഗ്രന്ഥശാല സംഘം താലൂക്ക് യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം സുനിൽ പട്ടേന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന് വായനാ വെളിച്ചം കൺവീനർ ദിവ്യ പ്രമോദ്, പി പത്മനാഭൻ, മാടിക്കാൽ നാരായണൻ, അനിൽ പുളിക്കാൽ, രാജൻ വിഷ്ണുമംഗലം, ബിജു മൊട്ടമ്മൽ, സുനിൽകുമാർ, നന്ദിത സുധാകരൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KPCC കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റി ചുമതലയേൽക്കൽ ചടങ്ങ് നടന്നു. ചെയർമാൻ ബഷീർ ആറങ്ങാടിക്ക് മിനുട്സും രേഖകളും DCC പ്രസിഡന്റ് PK ഫൈസൽ കൈമാറി. KPCC കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചുമതലയേൽക്കൽ ചടങ്ങ് കാസർഗോഡ് DCC ഓഫീസിൽ നടന്നു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്കാര സാഹിതി ശ്രീ ആര്യാടൻ ചൗക്കത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ഒട്ടനവധി വലിയ പ്രവർത്തനങ്ങളുമായി നാടകങ്ങളും അതുപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ സാംസ്കാരിക രംഗത്ത് മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തി മുമ്പോട്ട് പോയ ജനങ്ങളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സംസ്കാര സാഹിതി. ചെയർമാൻ ബഷീർ ആറങ്ങാടിക്ക് മിനുട്സ് ബുക്കുകളും രേഖകളും DCC പ്രസിഡന്റ് കൈമാറി. എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയും സിനിമാ താരവുമായ സിനി രാജൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ കാവുങ്കാൽ നാരായണൻ മാസ്റ്റർ, ശില്പി പ്രഭൻ നീലേശ്വരം, ഡോക്ടർ ദിവ്യ ജിതിൻ എന്നിവർക്ക് ചടങ്ങിൽ വെച്ച് വിശിഷ്ട അംഗത്വം കൈമാറി. സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ പയ്യന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത്, സേവാദൾ ബോർഡ് സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KK ബാബു, ഗാന്ധി ദർശൻ വേദി ജില്ലാ പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, സംസ്കാര സാഹിതി ജില്ലാ കൺവീനർ ദിനേശൻ മൂലക്കണ്ടം, ട്രഷറർ ഡോക്ടർ വിവേക് സുധാകരൻ, ജില്ലാ ഭാരവാഹികളായ PK വിനയകുമാർ, PP കുഞ്ഞികൃഷ്ണൻ നായർ, ജോയ് മാരൂർ, അനിൽ വാഴ്ന്നോറടി, രാജൻ തെക്കേക്കര, സുകുമാരൻ ആശീർവാദ്, കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കൃഷ്ണ, തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം ചെയർമാൻ ചന്ദ്രൻ നാലപ്പാടം, ഉദുമ നിയോജകമണ്ഡലം ചെയർമാൻ TV രാജ്, അഷ്റഫ് കൈന്താർ, രാഘവേന്ദ്ര T പൈവളിക, അക്ഷയ S എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPCC പ്രസിഡന്റായി K സുധാകരൻ തുടരണമെന്നാവശ്യപ്പെട്ട് കാസർഗോട്ടും പോസ്റ്റർ. DCC ഓഫീസിന് മുന്നിലാണ് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിലും വിവിധ കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ. ജനറൽ ആശുപത്രിയിൽ നടന്ന മോക്ക് ഡ്രിൽ അടിയന്തര വൈദ്യസഹായം എങ്ങനെ ലഭ്യമാക്കാമെന്നതിന്റെ നേർക്കാഴ്ചയായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം സൺഡേ തിയേറ്റർ അണിയിച്ചൊരുക്കിയ പച്ചത്തയ്യം സിനിമയുടെ പ്രദർശനോദ്ഘാടനം ശനിയാഴ്ച. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിക്കും. ലോക അത്ലറ്റിക് ദിനാചരണം. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് DIG കപ്പ് 2025 സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പാറക്കട്ടയിലെ DHQ ടർഫിലായിരുന്നു മത്സരങ്ങൾ. ദേശീയ കായികവേദി ജില്ലാ കമ്മിറ്റി അച്ചാന്തുരുത്തിയിൽ അന്തർ ജില്ലാ ജൂനിയർ കബഡി ഫെസ്റ്റ് നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.